എല്ലാവർക്കും ഫ്ലേവേഴ്സ് ലാൻഡിലേക്ക് സ്വാഗതം. ഞാൻ ഗീത ശേഖരൻ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരടയുടെ റെസിപ്പിയുമായിട്ടാണ്. അട എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ചായക്കൊപ്പം കഴിക്കുന്ന ഒരടയുടെ ഓർമ്മയാണ്. എന്നാൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചോറിനൊപ്പം കഴിക്കുന്ന പുളിയുള്ള ഒരടയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. പുളിയടയുടെ അരപ്പ് തയ്യാറാക്കാനായിട്ട് 350 ഗ്രാം ഇരുമ്പുളി, ഉപ്പ് പാകത്തിന്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കാന്താരിമുളക് എരിവിന് ആവശ്യത്തിന്, കറിവേപ്പില 2 തണ്ട്, തേങ്ങ 4 സ്പൂണ്. ഇത്രയും കൂട്ടി നമുക്ക് നന്നായി അരച്ചെടുക്കാം. പുളിയടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 1/4 കിലോ കൊഴുവയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് അരച്ചു വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. വെളിച്ചെണ്ണ ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇനി മീനിൻ്റെ കൂട്ട് നമുക്ക് വാഴയിലയിലേക്കൊന്ന് പരത്തി കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു 3 വാഴയിലയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണം ഇല കീറിയെടുത്താണ്. പിന്നെ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഞാനിത് ഗ്യാസ് അടുപ്പിലാണ് ചെയ്യുന്നത്. അത് കാരണമാണ് നോൺ സ്റ്റിക്ക് പാൻ എടുത്തിരിക്കുന്നത്. നമുക്കിത് വിറകടുപ്പിലാണെങ്കിൽ വറകലോ മൺചട്ടിയോ അങ്ങനെയുള്ള ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അടുപ്പത്തേക്ക് വെക്കുന്നതിന് മുമ്പ് നമുക്ക് 2 കഷ്ണം വാഴയില വെച്ചൊന്ന് മൂടി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കനമുള്ള എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് അടച്ചു കൊടുക്കാം. ഒരു അരമണിക്കൂർ നേരം നമ്മളിത് ചെറിയ തീയിൽ വേവിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് വെള്ളമൊക്കെ വറ്റിയൊന്ന് നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിടാം. മറ്റേ വശം കൂടി ഒന്ന് ഉണങ്ങി വരുന്നത് വരെ നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് വേവിക്കാം. പുളിയടയുടെ മറ്റേ വശവും കൂടെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തുനിന്ന് നമുക്ക് വാങ്ങി വയ്ക്കാം. ഇരുമ്പുളി കൊണ്ടുള്ള പുളിയട റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.